നമസ്കാരം. വായ്പാ പരിധി ഉയർത്തുന്നതിലടക്കം കേന്ദ്ര സർക്കാരുമായി കേസ് നടത്തുന്ന കേരളത്തിന് കേന്ദ്ര ബജറ്റിൽ എന്ത് കിട്ടും? അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന സംസ്ഥാനത്തിന് ആശ്വാസ പദ്ധതികളും പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടാകുമോ? ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാടിന് പ്രത്യേക പാക്കേജ് കേന്ദ്രം പ്രഖ്യാപിക്കുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് ബജറ്റിൽ ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാരും ധനമന്ത്രി കെ.എൻ. ബാലഗോപാലും. വരുന്ന കേന്ദ്ര ബജറ്റിൽ 24,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജും വയനാട് ദുരന്ത പുനരധിവാസത്തിന് 2,000 കോടിയുടെ പ്രത്യേക സഹായവും പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വയനാടിന് ധനസഹായമായി 1 രൂപ പോലും നൽകിയിട്ടില്ല. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്ക് 153 കോടി നൽകിയെന്നാണ് കേന്ദ്രത്തിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പറഞ്ഞത്. എന്നാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചീഫ് സെക്രട്ടറിക്ക് അയച്ച ഓഫീസ് മെമ്മോറാണ്ടത്തിൽ 153.467 കോടി രൂപ NDRFന്റെ ഉന്നതാധികാര സമിതി അംഗീകരിച്ചെന്ന് മാത്രമാണ് ഉള്ളത്. അതായത് പണം നൽകിയിട്ടില്ല, കണക്കിൽ മാത്രമാണുള്ളത്. ഇന്നലെ റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയതാണ് ഇക്കാര്യം. ദുരന്ത ബാധിതർക്കായി സ്കൂൾ, അംഗൻവാടി, കളിക്കളം, ആശുപത്രി, കമ്മ്യൂണിറ്റി സെന്റർ അടക്കമുള്ള നഗര സദൃശ്യമായ ടൗൺഷിപ്പാവും സർക്കാർ വയനാട്ടിൽ നിർമ്മിക്കുക. അർഹതപ്പെട്ട സഹായം കേന്ദ്രം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 2,221 കോടിയുടെ പുനർനിർമ്മാണ ചെലവിന്റെ കണക്ക് കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട്. ഇതിൽ തീരുമാനമായിട്ടില്ല. കേന്ദ്ര ബജറ്റിലെങ്കിലും പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് സംസ്ഥാനം പ്രതീക്ഷിക്കുകയാണ്. കേന്ദ്ര ബജറ്റ് തയ്യാറാക്കലിന് മുന്നോടിയായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. സംസ്ഥാനം നേരിടുന്ന വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടും പണക്ഷാമവും പരിഹരിക്കാൻ അടുത്ത 2 വർഷത്തിനുള്ളിൽ ലഭ്യമാകുന്ന നിലയിൽ പ്രത്യേക പാക്കേജ് ബജറ്റിൽ അനുവദിക്കണമെന്നാണ് പ്രധാന ആവശ്യം. GST സമ്പ്രദായം പൂർണ്ണ സജ്ജമാകുന്നതുവരെ GST നഷ്ടപരിഹാര വ്യവസ്ഥ തുടരണമെന്നും കേരളം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ദുരന്ത ബാധിതർക്കായി വീടുകളും സ്കൂളുകളും ആരോഗ്യ കേന്ദ്രങ്ങളും അവശ്യാടിസ്ഥാന സൗകര്യങ്ങൾക്കുമുള്ള ടൗൺഷിപ്പ് നിർമ്മാണത്തിന് ഈ പാക്കേജ് ആവശ്യമാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ തുടർ വികസന പ്രവർത്തനങ്ങൾക്കായി 5,000 കോടിയും മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പരിഹാര പദ്ധതികൾക്കായി 1,000 കോടിയും റബ്ബറിന് താങ്ങുവില ഉറപ്പാക്കാൻ 1,000 കോടിയും നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട സപ്ലൈകോ ബാധ്യത തീർക്കാനും സംഭരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും 2,000 കോടിയും നൽകണമെന്നാണ് ആവശ്യം. ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയ 6,000 കോടി രൂപ അധിക വായ്പയായി എടുക്കാൻ അനുവദിക്കണമെന്നും സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി 3-ൽ നിന്ന് 3.5% കൂട്ടണമെന്നും കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം തുറമുഖ വികസനത്തിനായി 5,000 കോടിയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് സർക്കാർ കഴിഞ്ഞ കേന്ദ്ര ബജറ്റിന് മുന്നോടിയായും ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ 1 രൂപ പോലും നൽകിയില്ല. തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ടങ്ങൾ 2028-ൽ പൂർത്തിയാകുന്നതോടെ രാജ്യത്തെ കണ്ടെയ്നർ ബിസിനസ് കേന്ദ്രമായി കേരളം മാറും. ഇതിനായി അനുബന്ധ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഒരുക്കാനാണ് പാക്കേജ്. കേന്ദ്രം പാക്കേജ് അനുവദിച്ചാൽ തുറമുഖവുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി നടപ്പാക്കാനാകും. വ്യവസായം, വാണിജ്യം, ഗതാഗതം, ടൂറിസം മേഖലകളിൽ ഇതുവഴി ഉണ്ടാകുന്ന സാമ്പത്തിക വളർച്ച സംസ്ഥാനത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടുന്നതാണ്. തുറമുഖ അനുബന്ധ വ്യവസായങ്ങൾക്ക് സൗകര്യമൊരുക്കലും പാക്കേജിലൂടെ ലക്ഷ്യമിടുന്നു. ഒരു വശത്ത് കേന്ദ്രവുമായി സുപ്രീം കോടതിയിൽ നിയമയുദ്ധം, മറുവശത്ത് ബജറ്റിൽ പ്രത്യേക പാക്കേജിനായി അഭ്യർത്ഥന. വരുന്ന കേന്ദ്ര ബജറ്റിൽ 24,000 കോടിയുടെ പാക്കേജ് ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലോ കേരളം. വിഴിഞ്ഞത്തിന് 5,000 കോടി, മനുഷ്യ വന്യജീവി സംഘർഷത്തിന് 1,000 കോടി, റബ്ബറിന് 1,000 കോടി, നെല്ല് സംഭരിക്കാൻ 2,000 കോടി, ദേശീയപാത വികസനത്തിന് 6,000 കോടി. ഇത്തവണയെങ്കിലും കേന്ദ്രം കനിയുമോ? ദൈവത്തിനറിയാം. നന്ദി.